ജീവിതകഥയിലെ നിറമുള്ള പാഠങ്ങൾ നർമ്മത്തിൻ ഭാവത്തിൽ ചാലിച്ചു ചേർത്ത് മലയാള ഭാഷയെ ലോക നെറുകയിൽ എത്തിച്ചൊരീ സുൽത്താൻ കാവ്യഗന്ധർവനല്ലോ ഈ സുൽത്താൻ. ജീവിതകഥയിലെ നിറമുള്ള പാഠങ്ങൾ നർമ്മത്തിൻ ഭാവത്തിൽ ചാലിച്ചു ചേർത്ത് മലയാള ഭാഷയെ ലോക നെറുകയിൽ എത്തിച്ചൊരീ സുൽത്താൻ കാവ്യഗന്ധർവനല്ലോ ഈ സുൽത്താൻ. അമ്പരപ്പിക്കുന്ന ഒരു മുട്ടൻ വാർത്തയുണ്ട്. ഒരു മൂക്കിനെക്കുറിച്ച്. ബുദ്ധിജീവികളുടെയും ദാർശനികരുടെയും ഇടയിൽ വലിയ തർക്ക വിഷയമായി കലാശിച്ചിരിക്കുന്ന വിശ്വവിഖ്യാതമായ മൂക്കിനെക്കുറിച്ച്. ആ മൂക്കിൻ്റെ യഥാർത്ഥ ചരിത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്.
എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഹോ, നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ. കുഞ്ഞുണ്ണിയെ, എടാ കുഞ്ഞുണ്ണിയെ. നേരം വെളുത്തോ, ശരിക്കൊന്നും ഉറങ്ങാൻ കൂടി കഴിഞ്ഞില്ല. എടാ കുഞ്ഞുണ്ണിയെ. എന്തോ വരുന്നേ. നേരെ ഉച്ചയായി, എഴുന്നേൽക്കണമെന്ന വിചാരമില്ല. ശുംഭൻ, എടാ ഒന്ന് എഴുന്നേറ്റ് പ്രാതൽ തയ്യാറാക്കടാ. നമ്മുടെ ചരിത്ര പുരുഷനായ കുശിനിക്കാരന് പറയത്തക്ക ബുദ്ധി വൈഭവമൊന്നുമില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. അടുക്കളയാണ് അദ്ദേഹത്തിന്റെ ലോകം. അതിന് വെളിയിലുള്ള കാര്യത്തെക്കുറിച്ച് തീർത്തും അശ്രദ്ധൻ. എന്തിനു ശ്രദ്ധിക്കണം? നല്ലവണ്ണം ഉണ്ണുക, സുഖമായൊന്ന് പൊടിവലിക്കുക, ഉറങ്ങുക, വീണ്ടും ഉണ്ണുക, കുശിനിപ്പണി തുടങ്ങുക. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ദിനചര്യ. നിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തോളാം. ഇനിയൊന്ന് പൊടി വലിക്കാം. പണിയെടുക്കാൻ ഒരു ഉഷാറ് കിട്ടട്ടെ. അടുക്കളയിൽ ഒരുപാട് പണി കിടക്കുന്നു. നീ പൊടിവലി ഒന്ന് നിർത്തുവോ? നിങ്ങൾ വിഷമിക്കേണ്ട, 5 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം ശരിയാക്കാം. ശരി. നീ ഇന്നെന്താ നേരത്തെ ആണല്ലോ? കുറച്ച് ഉറങ്ങിപ്പോയി, അതാ. എന്നുമുള്ളതല്ലേ ഈ ഉറക്കം, അല്ലാതെ എന്താ പണി? ഓ, ഞാൻ ഉറങ്ങും, ചുമ്മാതല്ലല്ലോ. നന്നായി ഭക്ഷണം കഴിച്ചിട്ടല്ലേ. അതിന് നിങ്ങൾക്ക് എന്താ ഛേദം? എടാ പറഞ്ഞു നിൽക്കാതെ പണി തുടങ്ങ്, മുതലാളി ഇപ്പൊ വരും. വേണ്ട, ഭീഷണി വേണ്ട. എന്താടാ നീ കളിക്കുക? പോയി പണി തുടങ്ങടാ. അങ്ങനെ പറയണ്ട പോലെ പറ. ഇവനെ കൊണ്ട് തോറ്റല്ലോ ഈശ്വര. അയ്യോ, പാലെല്ലാം പോയി. അത് പിന്നെ ആ പൂച്ച. പോയി പണി തുടങ്ങടാ. തൊടിയിലൊക്കെ എത്ര തേങ്ങയാ വീണ് കിടക്കുന്നത്. എത്ര പണിക്കാരുണ്ടായിട്ട് ഒരു കാര്യമില്ല. ഗോപാല, ഏയ് ഗോപാല, ഗോപാല, നീ ആ തൊടിയിൽ കിടക്കുന്ന തേങ്ങയൊക്കെ കണ്ടില്ലേ? ആ കണാറിനെ വിളിച്ച് തേങ്ങയൊക്കെ പറപ്പിക്കണം. ഞാനത് പണിക്കാരെ കൊണ്ട് എടുപ്പിച്ചോളാം. ആ, പ്രാതലെടുത്ത് വെക്കാൻ പറയൂ. ശരി. എന്താടാ? ലേശ സ്പീഡ് കൂടിപ്പോയി, അതാ. കുഞ്ഞുണ്ണിയെ, ആ കുടത്തില് വെള്ളം എടുത്തു വാ. ഞാനിവിടുത്തെ അരിവുപ്പുകാരനാ, അല്ലാതെ വെള്ളം കോരിയല്ല. വെള്ളം കോരാൻ വേറെ ആളെ വെക്കണം.
നിന്റെയൊക്കെ തലയിൽ ഇഴുത്തി വീഴട്ടെ. അയ്യോ, ഇഴുത്തി വീണേ, ഓടി വരണേ. എന്താടാ, എന്തു പറ്റി? ആ കുടം പൊട്ടിച്ചോ? അയ്യോ, ഇടുത്തി അല്ല, തേങ്ങ വീണതാണേ. തേങ്ങ നിന്റെ തല നോക്കിയിരിക്കുകയാണല്ലോ വീഴാൻ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടം പൊട്ടിയതിലാ വിഷമം, എനിക്ക് വേദനിച്ചതിനല്ല. ദുഷ്ടൻ എവന്റെയൊക്കെ തലയിൽ. അയ്യോ, അല്ലേ വേണ്ട. എങ്ങോട്ടാ പാറുവമ്മേ തിടുക്കത്തിൽ? കുഞ്ഞുണ്ണിയുടെ അടുത്തേക്കാ മോനെ. അല്ല, ഇതാര്? പാറുമ്മയോ? എന്തേ വിശേഷിച്ച്? കുഞ്ഞുണ്ണിയുടെ പണിക്കൂലി വാങ്ങണം. എവിടെ അവൻ? എവിടെ? അപ്പുറത്തുണ്ട്. ഞാൻ ഉമ്മറത്ത് പോയി മുതലാളിയെ കണ്ടുവരാം. മുതലാളി, മുതലാളി. ഇതാര് പാറുവമ്മയോ? എന്താ അങ്ങോട്ടൊക്കെ? കുഞ്ഞുണ്ണിയുടെ കൂലി വാങ്ങാൻ. ഓ, അതിനെന്താ, ഇപ്പോൾ തരാം. അടുക്കളയിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ഹോ, ആ പൂച്ചയെക്കോട്ടെ എന്തൊരു ശല്യം. കുഞ്ഞുണ്ണിയെ, അതിനൊന്ന് ഓടിച്ചു വിട്. ഇന്ന് ഞാൻ അതിനെ തട്ടും. ഇവനെ കൊണ്ട് തോറ്റല്ലോ ഈശ്വര. എന്റെ അമ്മയ്ക്ക് എന്താടാ അരണ്ടിരിക്കുന്നത്? ഇത് ഞാനാ. ഓ, തള്ളയായിരുന്നു. ഞാൻ പേടിച്ചുപോയി. ആ, അതും പൊട്ടിച്ചോ നീ? ആരും അറിയണ്ട. ആ ചീള് വേഗം മാറ്റിക്കോ. ഇതൊക്കെ ചീള് കേസല്ലേ അമ്മേ? അല്ല, പാറുവമ്മ പോയില്ലേ? ഇല്ല, കുഞ്ഞുണ്ണി ഒന്ന് കാണാന്ന് കരുതി. നാളെ ഇവന്റെ പിറന്നാളാ. 24 വയസ്സ് തികയും. പിറന്നാളാ? എങ്കി കലക്കില്ലോ. ഹായ്, നോക്കിപ്പൊടി. നാളെ ഇവന്റെ പിറന്നാളാ. 24 വയസ്സ് തികയും.
ചരിത്രം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് 24 വയസ്സ് തികഞ്ഞ കാലത്താണ്. അതുവരെ അദ്ദേഹത്തെ ആരും അറിഞ്ഞിരുന്നില്ല. ഈ 24ാമത്തെ വയസ്സിന് വല്ല പ്രത്യേകതയുമുണ്ടോ എന്തോ. ഒന്ന് ശരിയാണ്, ലോക ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ മിക്ക മഹാന്മാരുടെയും 24ാമത്തെ വയസ്സിന് ചില പ്രത്യേകതകൾ കാണാൻ കഴിയും. ചരിത്ര വിദ്യാർത്ഥികളോട് ഇത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞുണ്ണിയേട്ടാ, പിറന്നാളാണെന്ന് കേട്ടല്ലോ. വീട്ടിലേക്കാണോ? ഓ, എന്തൊരു ഗമയാ. അതെ, നീ ബംഗ്ലാവിലേക്ക് പോന്നില്ലേ? അല്ല, നിന്റെ മൂക്കിന്റെ തുമ്പന്താ ഇത്തിരി നീളം കൂടിയ പോലെ? അത് തുമ്മിയപ്പോ കൂടിയതാവും. നീ സമയം കളയണ്ട, ബംഗ്ലാവിലേക്ക് പോയിക്കോ. അങ്ങനെ ആ മൂക്ക് ദിനം തോറും വളരാൻ തുടങ്ങി. ഒളിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. എന്നാൽ വല്ല അസുഖമുണ്ടോ? അതുമില്ല. ശ്വാസോച്ഛ്വാസം ചെയ്യാം, ഒടി വലിക്കാം, വാസനകൾ സർവ്വതും തിരിച്ചറിയാം. പറയത്തക്ക യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ ആ മൂക്കനെ കാണാൻ ധാരാളം ആളുകൾ എത്തിത്തുടങ്ങി. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. എന്തോന്നാ പിള്ളാച്ച? ആരോ രണ്ടുപേർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. കടുപ്പത്തിൽ 2 ചായ നോട്ട്, ഒന്നിലും മധുരം വേണ്ട കേട്ടോ. നിങ്ങൾ എവിടുന്ന? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ലേശം പടക്കുന്ന. അല്ലപ്പാ, ഈടെ ഏടിയ ഒരു അത്ഭുത മൂക്കനുണ്ടല്ല, ഓനെ കാണാൻ വന്നതാ. ഓ, നമ്മുടെ കുഞ്ഞുണ്ണിയെ. അവന്റെ വീട് ഇവിടെ അടുത്താ. വല്ലാത്തൊരു അത്ഭുതം തന്നെ അല്ലപ്പാ. കേട്ടിട്ട് പൊറുതി കിട്ടിയിട്ടാ, അതുകൊണ്ട് ആർന്ന് വേഗം കീഞ്ഞത്. ഇങ്ങനത്തെ മൂക്കുകൾ ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ കിടപ്പുണ്ടായിരിക്കാം, അല്പസ്വല്പം. പക്ഷേ അത്തരം കിണാപ്പൻ മൂക്കാണോ ഈ മൂക്ക്? ദൈവമേ, ഇത് വലിയ തൊല്ലയായല്ലോ. നേരോ? എപ്പോ? എവിടെ? ആണോ? ഓ, ഇതാ എത്തിപ്പോയി. എടാ ഡിസൂസേ, നീ എവിടെയാ? എടാ. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് സുലോചന. ഇങ്ങനെയാണോ കുട്ടി വാർത്ത വായിക്കേണ്ടത്? കുറച്ചുകൂടി റൊമാൻറ്റിക് ആകൂ. കുട്ടിയെ ഞാൻ ലോകത്തിലെ നമ്പർ 1 വാർത്ത വായനക്കാരിയാക്കും. ഒന്ന് പോ ചേട്ടാ. നീ ഏതു നേരവും ഈ റിസപ്ഷനിസ്റ്റിന്റെ അടുത്താണല്ലോ. എന്താ എന്നെ വിളിച്ചത്? അത് പറയൂ. എടാ, ഒരു ഉഗ്രൻ സ്കൂപ്പ് കിട്ടിയിട്ടുണ്ട്. വേഗം ക്യാമറ എടുത്തു വാ. വേഗം വാടാ. എന്താണ് സാർ സ്കൂപ്പ്? ഒരു കുശിനിക്കാരന്റെ മൂക്ക് ദിനംതോറും വളരുന്നു. അത്ഭുതമല്ലേ? ഉടൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യണം. ഓ, നാശിച്ച റോഡ്. സാറിന് ഈ കുഴി വളരുന്നതിനെ കുറിച്ചൊരു വാർത്ത കൊടുത്തൂടെ? മിണ്ടാതിരിയടാ. ഈ മൂക്കന്റെ വീടേതാ? നേരെ പോയാ കാണാം നമ്മുടെ മൂക്കനെ. എടാ, അത് ഒരുമാതിരി മൂക്കാണെന്ന് ഞാൻ പറയുന്നത് കേട്ട്. ഇത് എന്തൊരു മൂക്കാണ്, നമുക്ക് പോയി നോക്കാം.
അല്ല, ഇത് എവിടെ കുഞ്ഞുണ്ണിയല്ലേ? എന്താ അതൊന്നും കാണേണ്ടതാ. എന്തൊരു ബഹളം. ചാരാശാപ്പൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കോ. ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എടാ ഇവിടെ ഇരിക്കും, എന്നാ നല്ലവണ്ണം കാണാം. എടാ, ഈ മരക്കൊമ്പിൽ കയറി ഇരിക്കേ. ഇതാ അയ്യോ, എന്തൊരു ചവിട്ട്. പണി പാളിയോ? ഇവിടെ നിറയെ ആളുകളാണല്ലോ സാർ. ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ. മിണ്ടാതിരിയടാ. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇതാണോ മൂക്ക് വളരുന്ന കുഞ്ഞുണ്ണിയുടെ വീട്? ഇതോ? ഇത് തെങ്ങല്ലേ? ആ നീ വാ. വരുമല്ലേ? ആ കുഞ്ഞുണ്ണി എവിടെയാണോ എന്തോ ഈ തിരക്കിനിടയിൽ എങ്ങനെ കണ്ടുപിടിക്കാനാ? പ്ലീസ് പ്ലീസ് ഒന്ന് മാറി. ആ വഴി പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓ അത് ശരി, മൂക്കനെ കാണാൻ വന്നവരാ. ഷേ, സമയം കളഞ്ഞു. ഏതായാലും കേറിയതല്ലേ, രണ്ട് തേങ്ങ ഇട്ടേക്കാം. ആ മരത്തിന്റെ ചോട്ടിൽ ക്യാമറ വെക്കൂ, വീടിന്റെ ദൃശ്യങ്ങൾ പകർത്തു. എന്താടി സരസ് കേസ്? അപ്പോ തള്ള കാര്യൊന്നും അറിയാതെയാണോ ഓടി വരണേ? കാര്യം പറയടി. ഇവിടത്തെ കുഷ്ണിക്കാരൻ പയ്യന്റെ മൂക്ക് വളരുന്നൂന്ന്. എന്റെ വിഘ്നേശ്വരാ, മൂക്ക് വളരേ? ഷോ തള്ളേ, ഒന്ന് മിണ്ടാതിരി. എന്തായാലും നിന്റെ നാക്കിന്റെ അത്രയും വളർന്നിട്ടുണ്ടാവില്ല. ഷോ ഈ തള്ള. കുഞ്ഞുണ്ണിയല്ലേ? എന്താ അതൊന്നും കാണേണ്ടതാ. വേറെ കാര്യമുണ്ട്. എടാ വേല ഒന്ന് കണ്ടിട്ട് ദാണ്ടേ മൂക്കൻ ഇവിടെ ഇരിക്കുന്നു. കുഞ്ഞുണ്ണി ഇവിടെ ഉണ്ട്. ദാ ഇവിടെ. എന്തത്? നിന്റെ മൂക്ക് കാണാൻ വന്നതാ. നിന്റെ മൂക്കൊന്ന് കണ്ടോട്ടെ. എവിടെ നോക്കട്ടെ. എടാ വേല മൂക്കൊന്ന് കണ്ടിട്ട് ഓ, എന്തൊരു ബഹളം. രാവിലെ തുടങ്ങിയതാ. കുഞ്ഞുണ്ണി, നിന്റെ മൂക്കിനെ കൊണ്ട് തോറ്റു. ടിവിക്കാർ, പത്രക്കാർ, അന്യനാട്ടിന്ന് വരെ ഓരോരുത്തര് വരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? പുറത്തു വെച്ച പാത്രങ്ങളും മറ്റും ചിലർ കട്ടോണ്ട് പോകുന്നു. സ്വസ്ഥത നശിച്ചേ. ഗോപാല, ഈ നാട്ടുകാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. വീട്ടിൽ കയറി നിരങ്ങാ മുതലാളി. വഴി പ്ലീസ് പ്ലീസ് ഒന്ന് മാറി. ആ വഴി പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ പിന്നെ എന്റെ കൊച്ചുമോളെ തട്ടിക്കൊണ്ടുപോകാനും ശ്രമമുണ്ടായി. എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു സമാധാനമില്ല. എന്നാൽ നമുക്ക് മൂക്കനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാലോ? അതെന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. അതെ, അത് തന്നെയാ നല്ലത്. എന്നാൽ അങ്ങനെ ചെയ്യാം. ഹലോ മിസ്റ്റർ കുഞ്ഞുണ്ണി, വരൂ. ഞങ്ങൾ താങ്കളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാ. അയ്യോ, ഇവരെന്നെ എന്തോ ചെയ്യാൻ പോകുന്നേ. ഓടി വരണേ. എടാ അതല്ല, ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നീ എന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതി. നമസ്കാരം. എങ്ങനെയാണ് താങ്കളുടെ ഈ മൂക്ക്? അല്ല കുഞ്ഞുണ്ണി, നീ ഇവിടെ ഇരിക്കുകയാണോ? ഒന്നിങ്ങ് വന്നേ, മുതലാളി നിന്നെ വിളിക്കുന്നു. വേഗം ചെല്ല് കോലായിലേക്ക്. മുതലാളി. ആ കുഞ്ഞുണ്ണി വാ. അത് പറയുമ്പോ വിഷമുണ്ട്. നിന്റെ ഈ മൂക്ക് വല്ലാത്ത പുകിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നീ ഇനി ഇവിടെ പണിക്ക് നിൽക്കണ്ട, തിരിച്ചു പോയിക്കോ.
എന്റെ ജോലി പോയി. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കുന്നേ? മോൻ ഇങ്ങ് കേറി വാ. നമുക്ക് പോയി നിൽക്കാം. എന്തൊരു മൂക്ക്, തുമ്പിക്കൈ പോലെ ഉണ്ടളിയാ. അമ്മേ, അമ്മേ, ഈ മൂശേറ്റകളെ പുറത്താക്കി വാതിലടച്ചേ. എനിക്ക് വിശക്കുന്ന അമ്മേ. അല്ല, നിങ്ങൾ എന്താ ഇവിടെ കൂടി നിൽക്കുന്നത്? ഞങ്ങൾ മൂക്കനെ കാണാൻ വന്നതാ. പക്ഷെ പാറോമ്മ വാതിലടച്ച് കുറ്റിയിട്ടു. ഓഹോ, നീ ഇങ്ങോട്ട് വരൂ. ഓ അതിനെന്താ? അത് പിന്നെ ഞാൻ വേണ്ടത് ചെയ്യാം. പാറോടത്തിയേ, പാറോടത്തിയേ. ആരാ? ഇത് ഞാനാ, കണ്ണൻ. എന്താ കണ്ണാ, നീയും തുടങ്ങിയോ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ? നിങ്ങൾ എന്താ വാതിലടച്ച് അകത്തിരിക്കുന്നത്? നീ ഇത് കണ്ടില്ലേ, ഈ ശല്യങ്ങള്? ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. ഞാനും എന്റെ മോനും ഇതിനകത്ത് പട്ടിണി കിടന്ന് ചാകും. എന്ത് മണ്ടത്തരാ നിങ്ങളീ കാണിക്കുന്നത്? ഈ കാശ് കണ്ടോ, ഇത് വെച്ചോ. പുറത്ത് നിൽക്കുന്ന ഒരുത്തൻ തന്നതാ. അവനെന്തിനാ എനിക്ക് കാശ് തരുന്നത്? നിങ്ങളുടെ മോനെ ഒന്ന് കാണാനാ അവൻ ഈ കാശ് തന്നത്. തിരിഞ്ഞോ? നോക്കിയേ, ഇങ്ങനെ എല്ലാവരിൽ നിന്നും കാശ് വാങ്ങി കുഞ്ഞുണ്ണിയെ കാണിച്ചാൽ എമ്പടി കാശ് കയ്യിൽ വരും. എങ്ങനെയുണ്ട് ബുദ്ധി? നേരാ? പിന്നല്ലാതെ ഞാൻ അവരെ ഓരോരുത്തരായി കടത്തി വിടാം. എന്താ? മാന്യമായ ജനങ്ങളെ, എല്ലാവരും ശ്രദ്ധിപ്പിക്കും ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കൊക്കെ ദർശനം നൽകാൻ ശ്രീമാൻ മൂക്കൻ കുഞ്ഞുണ്ണി സമ്മതിച്ചിരിക്കുകയാണ്. അതിനായി ഒരു ചെറിയ തുക നിങ്ങളിൽ നിന്നും ഈടാക്കുന്നതായിരിക്കുമെന്നും അറിയിച്ചു കൊള്ളുന്നു. അതാ പിന്നെ മൂക്കനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ദയവായി വരി നിൽക്കേണ്ടതാണ്. വേഗം എല്ലാവരും കാശെടുത്തോളൂ. നിങ്ങൾ ഇവിടെ നില്ല്, ഞാൻ ആദ്യം കേറാം. തള്ളക്ക് എന്തൊരു തിടുക്കം. മണ്ടക്കൂട്ടമല്ലയോ ജനം. ഈ കൈക്കൂലിക്കെതിരായി ചില നീതിമാന്മാരായ ബുദ്ധിജീവികളും ദാർശനികരും ഉശിരൻ ശബ്ദമുയർത്തി. പക്ഷേ ഗവൺമെന്റ് ഇത് സംബന്ധമായി യാതൊരു നടപടിയും എടുത്തില്ല, കേട്ടതായി പോലും ഭാവിച്ചില്ല. സർക്കാരിന്റെ ഈ കൊടിയ അനാസ്ഥയെ പ്രതിഷേധിച്ച് പരാതിക്കാർ പലരും ഗവൺമെന്റിനെതിരായുള്ള പല അട്ടിമറിപ്പൻ പാർട്ടികളിലും ചേർന്നു. പ്രക്ഷുബ്ധമായൊരു മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ മഹാവിസ്ഫോടനാത്മകമായ സ്നിഗ്ധതയല്ലേ ഈ നാസികതയുടെ ത്വരിത വളർച്ചയുടെ മൂലഹേതു എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇൻക്ലാബ് സിന്ദാബാദ്. തകാമുഖന്റെ ജനകീയ വിപ്ലവ പാർട്ടി സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. മൂക്കന്റെ വരാഴിക ദിനം പ്രതി വർദ്ധിച്ചു. എന്തിനധികം പറയണം, അക്ഷരശൂന്യനായ ആ കുശനിപ്പണിക്കാരൻ 6 കൊല്ലം കൊണ്ട് ലക്ഷപ്രഭുവായി. പ്രിയ കലാപ്രേമികളെ, നിങ്ങളുടെ പ്രിയ സൂപ്പർ സ്റ്റാർ ശ്രീ മൂക്കൻ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ദ ഹ്യൂമൻ സബ്മറൈൻ കൈരളി സിനിമാ കൊട്ടകയിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. വരുവിൻ, കാണുവിൻ, ആനന്ദിപ്പിൻ. തിക്കും തിരക്കും നിറഞ്ഞ നിരവധി പ്രദർശനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു.
ഓ, ഈ കുഞ്ഞുണ്ണി എത്ര പെട്ടെന്നാ പ്രശസ്തനായത്. അതെ അതെ, ഒന്നിന് പിറകെ ഒന്നായി എത്ര സിനിമയിലാ അഭിനയിച്ചത്. കുഞ്ഞുണ്ണിയെ കുറിച്ച് എത്ര പുസ്തകങ്ങളാ പുറത്തു വന്നിരിക്കുന്നത്. മൂക്കന്റെ ഇരുനില ബംഗ്ലാവ് കണ്ടിരുന്നോ? പിന്നെ ഈ പ്രദേശത്തില്ല അങ്ങനെയൊരു വീട്. കൊട്ടാരമല്ലേ? ആരാ നിങ്ങളാരാ? എന്ത് വേണം? ഞാൻ മഹാമഹാകവി കുഞ്ഞുകുറുപ്പ്. ഇത് പ്രശസ്ത നോവലിസ്റ്റ് രാമക്കുറുപ്പ്. ഓ, മൂക്കൻ സാറിനെ കുറിച്ച് സാഹിത്യം എഴുതിയത് നിങ്ങളല്ലേ? അതെ. അറിയാം. മൂക്കൻ സാർ അകത്തുണ്ട്, ചെന്ന് കണ്ടോളൂ. വരണം. നിങ്ങൾ എന്നെക്കുറിച്ച് എഴുതിയ കഥകളും കവിതകളും എല്ലാം ഞാൻ വായിച്ചു. ഓ, മാർവലസ്. കൊച്ചു കള്ളൻ. സാറിനെ കുറിച്ച് കവിത എഴുതി ഞാനും എന്റെ കുടുംബവും രക്ഷപ്രാപിച്ചു. സാറ് ഞങ്ങളെ ദൈവമാ. സാർ, ഇന്നൊരു പ്രസ് മീറ്റ് ഉള്ളതാണ്, മറന്നോ? പത്രക്കാരല്ലേ? അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. പറയൂ മിസ്റ്റർ കുഞ്ചുകുറുപ്പ്, എന്താണ് നിങ്ങൾ എനിക്ക് വേണ്ടി എഴുതിയ ആ പുതിയ കവിത? ഇതാണ് സാർ പുതിയ കവിത. സാർ ഇതൊന്ന് വായിച്ചു നോക്കൂ. അത് എനിക്ക് പെട്ടെന്നൊരു പ്രസ് മീറ്റ് ഉണ്ട്, സത്യം. നിങ്ങൾ പോയിട്ട് പിന്നെ വരും. കണ്ടിട്ടില്ല ഞാനീ വിധം മലർ ചെണ്ടുപോലൊരു മൂക്ക്, എന്തൊരത്ഭുത പ്രേമമൂക്കിത്, എന്തൊരാദർശമൂക്കിത്. ഡ്രൈവർ, വണ്ടി വേഗം വിടൂ. സത്യത്തിൽ എന്താണ് സാർ ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഒന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കും, ഞാൻ എന്തെങ്കിലും ഉത്തരം പറയും. ഏത്? മണിക്കൂറിൽ 1000 മൈൽ വേഗതയുള്ള വിമാനം ഉണ്ടാക്കിയിരിക്കുന്നു. അതേപ്പറ്റി അങ്ങ് എന്തു പറയുന്നു? സാർ, മരിച്ച മനുഷ്യനെ ഡോക്ടർ ബുന്ദ്രോസ് ഫുറാസി ബുറോസ് ജീവിപ്പിച്ചു. ഇതേപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? സാർ, ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടിയിൽ ചിലർ... സാർ, ഇത്... മൂക്കൻ എന്തെങ്കിലും സംഭവത്തെപ്പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിൽ ആ സംഭവം സാരം. ഇങ്ങനെ ഗോളാന്തരയാത്ര, പ്രപഞ്ചങ്ങളുടെ ഉൽപ്പത്തി, ചിത്രമെഴുത്ത്, വാച്ച് കച്ചവടം, മെസ്മരിസം, ഫോട്ടോഗ്രാഫി, ആത്മാവ്, പ്രസിദ്ധീകരണശാല, നോവലെഴുത്ത്, മരണാനന്തര ജീവിതം, പത്രപ്രവർത്തനം, നായാട്ട് എന്നുവേണ്ട എല്ലാറ്റിനെ പറ്റിയും മൂക്കൻ അഭിപ്രായം പറയണമല്ലോ. മൂക്കൻ അറിഞ്ഞുകൂടാത്തത് മഹാപ്രപഞ്ചങ്ങളിൽ വല്ലതുമുണ്ടോ? ഒന്ന് പറ. ഈ കാലഘട്ടത്തിലാണ് മൂക്കനെ പിടിച്ചുപറ്റാനുള്ള വലിയ ഗൂഢാലോചനകൾ നടക്കുന്നത്. ആദ്യമായി മൂക്കനെ പിടിച്ചുപറ്റാനുള്ള മഹത്തായ വിപ്ലവശ്രമം നടത്തിയത് ഗവൺമെന്റാണ്. അത് സർക്കാരിന്റെ ഡാവായിരുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരെ, ലോകത്തിന്റെ അത്ഭുതമായി മാറിയ ശ്രീമാൻ മൂക്കൻ അവർകളെ സ്വർണ്ണ മെഡൽ അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ഇതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രീമാൻ മൂക്കനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ സപ്തനാടികളും ആനന്ദസാഗരത്തിൽ ആറാടുകയാണ്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും മുതിരുന്ന ഉല്ലാസവായു എന്റെ ഹൃദയത്തെ കുളിരണിയിക്കുന്നു. നമ്മുടെ മൂക്കന് സർക്കാരിന്റെ നാസിക പ്രമുഖൻ എന്ന ബഹുമതിയും സ്വർണ്ണ മെഡലും നൽകുന്നതിനായി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. മൂക്കന്റെ പ്രസംഗമില്ലാത്ത ചടങ്ങ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ആയതിനാൽ മൂക്കനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അത് പിന്നെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറയുമ്പോൾ
കഞ്ഞിയില് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കുറച്ച് മോര് ഒഴിച്ച് കുഴച്ചാൽ ഓ എന്നാ രുചിയാണെന്നറിയോ. അതായത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് പാചകത്തിൻ്റെ നമ്മുടെ ശ്രദ്ധിക്കണമല്ലോ, അതാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട. മൂക്കന് പ്രസിഡന്റിന്റെ വജ്രഖചിതമായ സ്വർണ്ണ മെഡൽ. രാഷ്ട്രം മൂക്കന് നാസിക പ്രമുഖൻ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. സഖാവേ, ഈ മൂക്കനെ എങ്ങനെയെങ്കിലും നമ്മുടെ പക്ഷത്താക്കണം, അല്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അത്ര മോശമാണ് നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ. ഇവരെ എങ്ങനെയാണ് നമ്മുടെ പക്ഷത്താക്കുക? അതിനെന്താണ് ഒരു പോംവഴി? അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജനപിന്തുണ കൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മൂക്കനെ വശത്താക്കാൻ ഒരു വഴിയുണ്ട്. എങ്ങനെ എങ്ങനെ? നമ്മുടെ സഖാവ് കണാരന്റെ ഒരു ചാർച്ചക്കാരിയാണ് മൂക്കന്റെ ഒരു സെക്രട്ടറി. അവളെ വിചാരിച്ചാൽ മൂക്കനെ നമ്മുടെ വരുതിയിലാക്കാം. ഓക്കെ, അത് മതി. മൂക്കേട്ടന് ഞാൻ ആദ്യം ചായ കൊടുക്കും, നോക്കിക്കോ. കുഞ്ഞുണ്ണിയേട്ടന് ഞാൻ ആദ്യം ചായ കൊടുക്കും. ഈ വഴി പോകാം. അയ്യോ അമ്മേ, പൊളുന്നേ. അയ്യോ ഇങ്ങനെയൊക്കെ എന്തൊരു തണുപ്പ്. കുഞ്ഞുണ്ണിയേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? അത് പിന്നെ എനിക്കറിയില്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞ കുഞ്ഞുണ്ണിയേട്ടൻ കേക്കുവോ? എന്താ കാര്യം? കുഞ്ഞുണ്ണിയേട്ടൻ ഞങ്ങളുടെ പാർട്ടി ചേരണം. വിപ്ലവത്തിൻ മക്കളെ ഹോ മുന്നോട്ട്, ആ മുന്നോട്ട്, ഈ മണ്ണിൻ മക്കളെ മുന്നോട്ട്, ആ മുന്നോട്ട്, വിപ്ലവത്തിൻ മക്കളെ ഹാ മുന്നോട്ട്. ആ പോസ്റ്റർ ഈ മതിലൊട്ടിക്കാം. എന്താ? എന്തു പറ്റി? പട്ടി. പട്ടിയോ? ഞാൻ കരുതി വിപ്ലവമാണെന്ന്. പേടിച്ചു പോയി. വിപ്ലവമാണെങ്കിൽ ഞാൻ ഓടില്ലായിരുന്നു സഖാവേ. ഇത് പട്ടിയാ. അതെനിക്കറിയാം. കാരണം നിനക്കൊന്നും വിപ്ലവം എന്താണെന്ന് അറിയില്ലല്ലോ. എന്ത് പറ്റി? എന്താ പ്രശ്നം? എന്താണ്ടായത്? സഖാവ് ബാലനെ പട്ടി കടിക്കാൻ വന്നു. ഇത് മറ്റേ പാർട്ടിക്കാരുടെ പണിയാ. നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മൂക്കന്റെ പാർട്ടി ജനങ്ങളുടെ വിപ്ലവ പാർട്ടി. ഇൻകുലാബ് സിന്ദാബാദ്. ഈ സഖാക്കന്മാര് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? ഇവരെന്താ മൂക്കനെ വിലക്കെടുത്തോ? ഇതിനൊരു തടയിട്ടേ മതിയാവൂ. അതെ അതെ, സഖാവ് മൂക്കൻ സിന്ദാബാദ്, സഖാവ് മൂക്കൻ സിന്ദാബാദ്. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, ഞാൻ ഒരു ഞെട്ടിക്കുന്ന സത്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. മൂക്കന്റെ മൂക്ക് ഒറിജിനൽ അല്ല, അത് റബ്ബർ മൂക്കാണ്. ഒരു പിന്തിരിപ്പൻ മൂരാച്ചിയാണ് മൂക്കൻ. റബ്ബർ മൂക്കോ? നോക്ക്, മൂക്കന്റെ മൂക്ക് റബ്ബർ മൂക്കാണെന്ന്. അമ്പടാ, മൂക്ക നമ്മളെ പറ്റിച്ചല്ലോ. ഇത് കൊടും ചതിയായി പോയല്ലോ. ഹേയ് പോടാ, മൂക്കന്റെ മൂക്ക് തനി ഒറിജിനൽ. പന്തയം വെക്കാം. അല്ല അതെ, അല്ലേ അല്ല, അതേന്നേ. റബ്ബർ മൂക്ക തുലേട്ടെ, ജനവഞ്ചകനെ തുലേട്ടെ, ജനവഞ്ചകനെ റബ്ബർ മൂക്ക തുലേട്ടെ, അങ്ങനെ തുലേട്ടെ. ജനവഞ്ചകനായ റബ്ബർ മൂക്കൻ നശിക്കട്ടെ. റബ്ബർ മൂക്കന്റെ കള്ള പിന്തിരിപ്പൻ പാർട്ടി നശിക്കട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, റബ്ബർ മൂക്കൻ മുർദാബാദ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ലോകരെ, അവൾ ആ സുമിത്ര പറഞ്ഞത് തികച്ചും കളവാണ്. അവളെ സഖാവ് മൂക്കൻ ഒട്ടും പ്രേമിച്ചിട്ടില്ല. അതിന്റെ കുശുമ്പാണ്.
സഖാവ് മൂക്കന്റെ പണവും പ്രശസ്തിയും പിടിച്ചു പറ്റാനാണ് അവൾ ശ്രമിക്കുന്നത്. അവളുടെ ഒരു ആങ്ങള മറ്റേ പാർട്ടിയിലുണ്ട്. കള്ളന്മാരുടെ ആ പാർട്ടിയുടെ തൊലി ഉരിച്ചു കാണിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചു കൊള്ളുന്നു. സഖാവ് മൂക്കന്റെ വിശ്വസ്ത സെക്രട്ടറി എന്ന നിലയിൽ പറയുകയാണ് നാട്ടുകാരെ, ആ മൂക്ക് റബ്ബറല്ല, റബ്ബറല്ല, റബ്ബറല്ല. എന്റെ ഹൃദയം പോലെ തനി ഒറിജിനൽ. മായില്ല, മന്ത്രമില്ല, അനുകരണമില്ല. എന്റെ ഹൃദയം പോലെ പ്രതിഫലേച്ഛ കൂടാതെ ഈ ആപൽ സന്ധിയിൽ സഖാവ് മൂക്കന്റെ പിന്നിൽ അണിനിരക്കുന്ന ജനകീയ മുന്നേറ്റ വിപ്ലവ പാർട്ടി സിന്ദാബാദ്. സഖാവ് മൂക്കൻ സിന്ദാബാദ്. സഖാവ് മൂക്കന്റെ പാർട്ടി ജനങ്ങളുടെ മുന്നേറ്റ പാർട്ടി സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അത് റബ്ബർ മൂക്കല്ലെന്ന്. എന്താ ഉറപ്പ് അത് റബ്ബർ? ആരാരാ നിങ്ങളാരാ? എന്ത് വേണം? വേഗം ഗേറ്റ് തുറക്ക്. എന്തോ നിങ്ങൾ എവിടുന്ന? എന്താ കാര്യം? മൂക്കൻ സാറിനെ കാണണമെങ്കിൽ പിന്നെ വാ. എന്നെ തനിക്കറിയില്ല. വേഗം ഗേറ്റ് തുറക്ക്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? വേഗം ഗേറ്റ് തുറക്ക്. ജൽദി ജൽദി. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഓ വിളിക്ക്. ഒരു പളുങ്കൂസൻ പോലീസ്. ആരാടാ പോലീസ് പളുങ്കൂസനാണെന്ന് പറഞ്ഞത്? ആരാടാ? നീയാണോ? ഞാനല്ല. ഞാനാ പറഞ്ഞത്. നിന്നെ ഞാൻ കാച്ചുവേണം. എന്താ അവിടെ ഒരു ബഹളം? മൂക്കൻ, യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു. അയ്യോ, കുഞ്ഞുണ്ണിയേട്ടനെ പൊക്കാൻ വന്നതാ. ഞാൻ കരുതി വല്ല അവാർഡ് തരാനായിരിക്കും. അയ്യോ, ഇവരെന്നെ കൊണ്ടുപോകുന്നേ. രക്ഷിക്കണേ, എന്നെ ഈ മൂശേട്ടകള് കൊല്ലാൻ പോകുന്നേ. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ സാറേ, അവനൊരു പാവമാണ്. ഈ വാർത്ത കണ്ടോ? എന്താ പിള്ളേച്ചാ, ഒന്ന് വായിച്ചാട്ടെ. മാർച്ച് 9 നാസിക പ്രമുഖൻ കുഞ്ഞുണ്ണിയുടെ പരസ്യ വിചാരണ ഉണ്ടാകുമെന്ന്
മൂക്ക് ഒറിജിനലാണോ എന്ന് പരിശോധിക്കാൻ 48 രാജ്യങ്ങളുടെ പ്രതിനിധികളായി വിദഗ്ധ ഡോക്ടർമാർ എത്തും. ലോകത്തിലെ എല്ലാ പത്രങ്ങളുടെ പ്രതിനിധികളും റേഡിയോ, TV, സിനിമ തുടങ്ങിയ സർവ്വ കിണാപ്പികളും സന്നിഹിതരായിരിക്കും. ഈ വിചാരണ നാട്ടുകാർക്ക് ന്യൂസ് റീലിൽ കാണാൻ കഴിയുമെന്നും ജനങ്ങൾ ശാന്തരായിരിക്കണമെന്നും സർക്കാർ അറിയിച്ചിരിക്കുന്നു. ശാന്തരാകാൻ മനസ്സില്ല. മണ്ടക്കൂട്ടമല്ലയോ ജനം, താനീ ബടുക്കൂസുകൾ. പ്രധാന വാർത്തകൾ വായിക്കുന്നത് വെള്ളി കുരിച്ചു തോമ. നാസിക പ്രമുഖൻ ശ്രീ മൂക്കന്റെ മുക്കിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വൻ അക്രമ സംഭവങ്ങൾ അരങ്ങേറി. തലസ്ഥാന മഹാനഗരിയിൽ തടിച്ചുകൂടിയ വിപ്ലവകാരികൾ ഹോട്ടലുകൾ കയ്യേറുകയും പത്രമാഫീസുകൾ തകർക്കുകയും സിനിമാശാലകൾ തീവയ്ക്കുകയും ചെയ്തു. മദ്യശാലകൾ കൈയടക്കിയ അക്രമികൾ വാഹനങ്ങൾ തകർക്കുകയും സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുകയും ചെയ്തു. കത്തിപ്പടർന്ന വർഗീയ ലഹളയിൽ നിരവധി ആളുകൾ രക്തസാക്ഷികളായി. വാർത്തകൾ കഴിഞ്ഞു. ഇന്നല്ലടി മാർച്ച് 9? അതെ ചേച്ചി, പണിയൊക്കെ കഴിഞ്ഞ് മൂക്കന്റെ വിചാരണ കാണാൻ പോവാം. പ്രസിഡന്റിന്റെ വീട്ടിലത്രേ മൂക്കിന്റെ പരിശോധന. ആ പാച്ചുവിന്റെ കാളവണ്ടി വരുന്നുണ്ട്, നമുക്ക് അതീ പോകാം. ഒന്ന് വേഗം ഓടിച്ചു വിടടാ. മൂക്കന്റെ മുക്കിന്റെ വിചാരണ ഉടൻ ആരംഭിക്കുന്നതായിരിക്കും. മാന്യമഹാജനങ്ങളെ, നിങ്ങൾ ദയവ് കരുതി അച്ചടക്കം പാലിക്കുകയും വായകൾ അടച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. എന്താ എന്റെ അമ്മ, എന്താ എത്തുന്നില്ലേ? ഓ, ഇനി ദൂരം പോവാണ്ടോ? ഓ, എവിടെ എത്തണം ഇനി? അന്നേ എന്റെ അമ്മ പറഞ്ഞതാ പോലീസ് ചേരണ്ട. വേഗം പരിശോധന തുടങ്ങിയാട്ടെ ഡോക്ടർമാരെ. മനുഷ്യന്മാർക്ക് കിടക്കപ്പുറതി ഇല്ലാണ്ടായി. എനിക്ക് വീട്ടിൽ പോണേ. എനിക്ക് അമ്മയെ കാണണോ? ക്രോണിക് കൊലാറ്ററൽ ലിഗ്മെന്റ് ഓഫ് മെറ്റാകാർപ്പോഫിലാഞ്ചിയൽ ഇഞ്ചുറി. സർ, അബ്നോർമൽ പിഗ്മെന്റേഷൻ ഓഫ് പ്യൂബിലറി മസ്കുലർ. നോ. സോറി സർ. സിസ്റ്റർ, എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ, നിങ്ങൾ തുടങ്ങിക്കോ. ഈ സൂചി ഇങ്ങ് തരൂ. എന്തിനാ സാറേ സൂചി? അതൊക്കെയുണ്ട്. കരയല്ലേ, ഇപ്പം പരിശോധന കഴിയും. കരയരുത്, നല്ല കുട്ടിയല്ലേ. കണ്ടോ, പരിശോധന കഴിഞ്ഞു. മൂക്ക് റബ്ബറല്ല, അനുകരണമല്ല, തനി ഒറിജിനൽ. മൂക്കന്റെ മൂക്ക് തനി ഒറിജിനൽ. ഓ തന്നെ തന്നെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാസിക പ്രമുഖൻ മൂക്കനെ ഞാനിതാ മൂക്കശ്രീ ബഹുമതി നൽകി പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. മൂക്കശ്രീ മൂക്കൻ MP സിന്ദാബാദ്. മൂക്കശ്രീ മൂക്കൻ MP സിന്ദാബാദ്.
നാട്ടുകാരെ അറിഞ്ഞോ, മൂക്കന് ഡുക്കുഡു യൂണിവേഴ്സിറ്റി എംലിറ്റും ബഡ്കൂസ് യൂണിവേഴ്സിറ്റി ഡീലിറ്റും നൽകി ആദരിച്ചിരിക്കുന്നു. മൂക്കശ്രീ മൂക്കൻ മാസ്റ്റർ ഓഫ് ലിറ്ററേച്ചർ സിന്ദാബാദ്. മൂക്കശ്രീ മൂക്കൻ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ സിന്ദാബാദ്. മൂക്കശ്രീ മൂക്കൻ MP സിന്ദാബാദ്. മൂക്കശ്രീ മൂക്കൻ MP സിന്ദാബാദ്. എന്നാലും മണ്ടക്കൂട്ടമല്ലയോ ജനം താൻ ഈ ബഡുക്കൂസുകൾ. മണ്ടക്കൂട്ടത്തെ ഭരിക്കുന്ന സർക്കാർ മൂക്കശ്രീ മൂക്കനെ കിട്ടാത്ത സുന്ദരിയുടെ പാർട്ടിക്കാർ ഒരൈക്യ മുന്നണി ഉണ്ടാക്കി പറഞ്ഞും എഴുതിയും പ്രസംഗിച്ചും നടക്കുകയാണ്. പ്രസിഡന്റ് രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം, പ്രസിഡന്റ് രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം. രാജിവെക്കൂ പ്രസിഡന്റ്, രാജിവെക്കൂ പ്രധാനമന്ത്രി, രാജിവെക്കൂ പ്രസിഡന്റ്, രാജിവെക്കൂ. നോക്കണേ വിപ്ലവത്തിന്റെ പോക്ക്. ബുദ്ധിജീവികൾ, ദാർശനികർ എന്തു ചെയ്യും? ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കുമോ? സംഭവം വിശ്വവിഖ്യാതമായ മൂക്ക്. മംഗളം.